രാവണന്റെ കൊട്ടാരം, ചുറ്റും ആയിരക്കണക്കിന് രാക്ഷസന്മാര്, നടുക്കിൽ സാക്ഷാൽ രാവണൻ. ഈ സഭയിലേക്ക് ഒരു 20കാരൻ നടന്നു വരികയാണ്. അവനിരിക്കാൻ ഒരു കസേര പോലും കൊടുത്തില്ല ആരും. ഇതാണോ വലിയ കാര്യം? സ്വന്തം വാല് ചുരുട്ടിയിട്ട് ഒരു സീറ്റ് ഉണ്ടാക്കി, അതും രാവണന്റെ സിംഹാസനത്തിനേക്കാൾ ഉയരത്തില്. എന്നിട്ട് അതുമ്മ കയറിയ ഒരു ഇരിപ്പാണ്, തലയും പൊക്കി പിടിച്ചിട്ട്. ആരാണല്ലേ? ബാലിയുടെയും താരയുടെയും മകൻ അംഗദൻ എന്ന വാനരൻ. രാവണന്റെ സഭയില് സ്വന്തം കാല് ഊന്നി വെച്ചിട്ട് ഒരു മാസ്റ്റർ ഡയലോഗാണ്: ഈ കാല് ആർക്കെങ്കിലും ഒന്ന് ഇളക്കാൻ പറ്റിയ രാമൻ തോൽവി സമ്മതിച്ച് തിരിച്ചു പൊക്കോളുന്ന്. എല്ലാവരും ശ്രമിച്ചു, മഹാശക്തന്മാരൊക്കെ വന്നു ശ്രമിച്ചു, എല്ലാവരും പരാജയപ്പെടുകയാണ്. അവസാനം രാവണൻ സ്വയം ഇറങ്ങി വന്നു. രാവണൻ തൻ്റെ കാല് പിടിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അംഗദൻ രാവണന്റെ കിരീടം പോലും അങ്ങോട്ട് തട്ടിത്തെറിപ്പിക്കുക. എന്നിട്ട് അവിടെ നിന്നൊരു പോക്കാണ് ആ യങ് ലീഡർ. തൻ്റെ അച്ഛനെ ചതിച്ചു കൊന്ന രാമൻ, അതിന് കൂട്ടുനിന്ന ചെറിയച്ഛൻ സുഗ്രീവൻ, ഇവരുടെയൊക്കെ കൂടെ എന്തുകൊണ്ട് അംഗദൻ നിന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ബന്ധങ്ങളെക്കാൾ അംഗദൻ പ്രാധാന്യം കൊടുക്കുന്നത് സത്യത്തിനും ധർമ്മത്തിനുമാണ്. അതുകൊണ്ടാണ് രാമന്റെ കൂടെ നിൽക്കുന്നതും. നമ്മളൊക്കെ ആണെങ്കിൽ റിവഞ്ച് മൂത്ത് രാമനെ അറ്റാക്ക് ചെയ്യാൻ പോയേനെ, അല്ലെങ്കിൽ ഡിപ്രഷൻ മൂത്ത് സൂയിസൈഡ് ചെയ്തേനെ. പക്ഷെ അംഗദൻ ഇവിടെ തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാണ്. പേഴ്സണൽ ട്രാജഡികളും ദേഷ്യവും ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് നമ്മളെ നയിക്കരുത് എന്നൊരു നല്ല മെസ്സേജ് തരുന്ന ഒരു കഥ കൂടിയാണ് അംഗദന്റെ. രാമായണം ശരിക്കും ഒരു ഭക്തി കഥയൊന്നുമല്ല. ഇറ്റ്സ് എ മാസ്റ്റർ ക്ലാസ് ഓൺ ഹ്യൂമൻ സൈക്കോളജി.